ശരി, നവമി, മറ്റൊന്ന് ഹൈക്കോടതിയിൽ ഇന്ന് നമ്മൾ വരാനിരിക്കുന്ന കേസ് ശബരിമലയിൽ നടൻ ദിലീപ് VIP ദർശനം നടത്തിയ ആ കേസ് ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുകയാണല്ലോ. കുട്ടികൾ, പ്രായമായവർ തുടങ്ങിയവർക്ക് പ്രത്യേക പരിഗണന നൽകാൻ പോലീസും ദേവസ്വം ബോർഡും നടപടിയെടുക്കണമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ഒപ്പം CCTV ദൃശ്യങ്ങളടക്കം വിശദീകരണം പോലീസ് നൽകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. വലിയ വിമർശനവും ഉണ്ടായിരുന്നു. ഇന്നെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ദിലീപ് ശബരിമലയിൽ കയറിയ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിൽ കൃത്യമായിട്ടുള്ള നിയമലംഘനമുണ്ടെന്ന് തന്നെ ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ നിരീക്ഷിക്കുകയും ചെയ്തു. കാരണം ശബരിമലയിൽ ആർക്കും തന്നെ VIP പരിഗണന നൽകേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള ഹൈക്കോടതി ഉത്തരവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഹൈക്കോടതിയുടെ നിയമലംഘനം തന്നെയല്ലേ, പ്രത്യക്ഷമായിട്ടുള്ള ഒരു നിയമലംഘനമല്ലേ അവിടെ നടന്നത് എന്നൊരു കാര്യമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചത്. രൂക്ഷമായിട്ട് തന്നെയായിരുന്നു കോടതി വിമർശനവും ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപ് പോലീസ് അകമ്പടിയോടെയാണ് ശബരിമലയിൽ എത്തുകയും അത് ഹരിവരാസനം പാടുന്ന സമയത്ത് ഏകദേശം മണിക്കൂറുകളോളം ശബരിമലയിൽ തന്നെ തങ്ങുകയും ചെയ്തു. ആ സമയത്ത് കുട്ടികളും മുതിർന്നവരും അമ്മമാരും ഒക്കെ നിരവധി അവിടെ വരികയും അവരെയൊക്കെ ഒരു മിന്നായം പോലെയാണ്, നമുക്കറിയാം ശബരിമലയിൽ ദർശനം നടത്തുമ്പോൾ ഒരു മിന്നായം പോലെയാണ് അയ്യപ്പനെ കാണാൻ സമ്മതിക്കുക. അത്രയേറെ തിരക്കാണ്. പോലീസ് അവരെ തള്ളി മാറ്റുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ വ്രതമെടുത്ത് 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ വളരെ കഷ്ടപ്പാടോടുകൂടി എത്തുന്നവർക്ക് കിട്ടാത്ത പരിഗണന എന്തിനാണ് ഈ VIPകൾക്ക് കൊടുക്കുന്നതെന്ന് മുൻപ് തന്നെ കോടതി കൃത്യമായി ചോദിച്ചിരുന്നു. അങ്ങനെ ഈ കോടതിയുടെ ഉത്തരവിന്റെ കൃത്യമായിട്ടുള്ളൊരു നിയമലംഘനമാണ് ശബരിമലയിൽ ദിലീപ് എത്തിയപ്പോൾ സംഭവിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിനോടും കൃത്യമായിട്ട് വിശദീകരണം ചോദിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളടക്കം ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ദിലീപിനെയും ഈ ഒരു കേസിൽ കക്ഷി ചേർക്കാനാകും കോടതിയുടെ തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോടതി ഇന്ന് എന്തായിരിക്കും ഈ വിഷയത്തിൽ പറയുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.